ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടു ദിവസമായാലും വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വേറൊന്നും അല്ലാതെ എന്റെ ഫോൺ ഡെത്തായിട്ടോ. വിധി ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അതിന്റെ ഡിസ്പ്ലേ ഫുള്ള് പോയി. ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം ചേട്ടാ എന്റെ ഈ ഡിസ്പ്ലേ ഒക്കെ കൊണ്ടുപോയി ശരിയാക്കി തന്നതാണ് കേട്ടോ. നല്ല ഏകദേശം ഒരു 6,000 രൂപ അടുത്ത് പൈസ ആയിരുന്നു ഇതിന്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും നന്നാക്കണ്ട, പുതിയൊരു ഫോൺ വാങ്ങാന്ന് വിചാരിച്ചു തൽക്കാലത്തേക്ക്. അപ്പൊ ഞാൻ അമ്മയുടെ ഫോണിൽ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് സങ്കടം മെയിൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് 3-4 വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആലപ്പുഴയിലെ കുറച്ച് വീഡിയോസ്, അതുപോലെ അവിടെ നിങ്ങോട് വന്ന വീഡിയോ, പിന്നെ സൺഡേയിൽ ഇവിടുത്തെ സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഷോക്കായിപ്പോട്ടോ. ഫുള്ള് പോയി. ഈ സംഭവം അനങ്ങുന്നില്ല, ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞാൻ ചാർജ് തീരും, ഓഫായി പോകും. പിന്നെ ഞാൻ ചാർജ് ചെയ്യുമ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഓണായിട്ടില്ല, അനക്കമില്ല. അപ്പൊ എന്ത് ചെയ്യാം, ബാറ്ററി പോയതല്ല, എന്റെ ഡിസ്പ്ലേ പോയതാട്ടോ. ഡിസ്പ്ലേയുടെ പ്രശ്നമാണ്. 2-3 പ്രാവശ്യം ഞങ്ങൾ മാറിയായിരുന്നു. എന്താ പറയാ, സാരമില്ല, എന്റെ ആയുസ് അത്രേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് നല്ലൊരു ഫോൺ മേടിക്കണം. പിന്നെ ഞാനും അമ്മ ഒരുങ്ങി എവിടെ പോകുന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ ഫോണിന്റെ കാര്യമൊക്കെ പറഞ്ഞങ്ങ് പോയല്ലേ. അപ്പൊ ഞങ്ങൾ എവിടെയാ പോകുന്നേ? ഇപ്പൊ ഞങ്ങള് ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അവിടെ നേരെ നമ്മൾ ലിജി കൊച്ചിന്റെ അടുത്തേക്ക് കോഴിക്കോടേക്ക് പോകും. കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ലിജിമോളുടെ അടുത്തേക്ക് പോകുന്നതെന്നൊക്കെ. പൗഡറൊക്കെ ഒത്തിരി. അപ്പൊ എന്നാ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങക്ക് ഇന്ന് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം നാളെയാണ് ട്രെയിൻ, നാളെയാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, അപ്പൊ ഒറ്റയടിക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ്, അതുപോലെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒറ്റയടിക്ക് ട്രാവൽ ചെയ്യാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇന്ന് ആലപ്പുഴയിൽ ലിജിമോളുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് നേരെ പോവാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് ഞാൻ നാളെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ എടുക്കണം. അപ്പൊ ഇന്ന് നമ്മുടെ കിങ്ങിണിമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, നവംബർ 14. അപ്പൊ എല്ലാരും കിങ്ങിണിമോളെ വിഷ് ചെയ്യണം. അതുപോലെ തന്നെ നാളെ സ്പെഷ്യൽ ഒരു ഡേ ആണ്. വീഡിയോ ഇടുന്ന ചിലപ്പെങ്കിൽ നാളെയോ നാളത്തെ നവംബർ 15-16 തീയതിയിലായിരിക്കും. എങ്കിലും നിങ്ങൾ വിഷ് ചെയ്യാട്ടോ. അപ്പൊ കിങ്ങിണിമോൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ ഞാൻ മേടിച്ചിരുന്നു. ഞാൻ ചെന്നത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ബർത്ത്ഡേക്ക് ടെഡിബിയർ അല്ല, മറ്റേ ബാർബി മേടിച്ചൊരു ചെല്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും ബാർബിയൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുപോകണം. ഞാൻ അയച്ചു കൊടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ അയച്ചപ്പോഴത്തേക്ക് റിട്ടേൺ വന്നു, എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇന്ന് പോവാന്ന് വിചാരിച്ചത്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഞാനിങ്ങനെ കുടുകുടുകുടുകുടാ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടി വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് ബസ്? 11:20. 10:15. കുഴപ്പമൊന്നുമില്ല. അപ്പൊ വേറെ വിശേഷം ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ നേരെ ലിജിമോളുടെ അടുത്തേക്ക് പോകണം. കുറെ നാൾക്ക് ശേഷിയാണ് നമ്മൾ ലിജിമോളെ കാണാൻ പോകുന്നത് കേട്ടോ. അമ്മയാണെങ്കിലും അമ്മയ്ക്ക് തന്നെ കൊല്ലമാണെങ്കിൽ പിന്നെ ഓക്കെ, തന്നെ വരാൻ പ്രശ്നമല്ല. പക്ഷെ എറണാകുളത്തിനപ്പുറം നമ്മുടെ കോഴിക്കോടൊന്നും അമ്മയ്ക്ക് അങ്ങനെ തന്നെ വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അമ്മ പോകാത്തത്. പിന്നെ എന്റെ ഓക്കെ ആവാത്തതുകൊണ്ടാണ് പോകാഞ്ഞത്. ഇപ്പൊ എന്തായാലും പോവാന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ ലിജിമോളും ആദിമോനും വരുന്നുണ്ട് കേട്ടോ. അവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ലിജിമോക്ക് ആദ്യനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. കുറവെന്ന് അവനെ കൊണ്ടുവരണേന്നൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവനെയും കൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് നേരെ പോവാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എല്ലാരും ഞങ്ങളുടെ കൂടെ പോരെ. എറണാകുളത്ത് പോകണം, അതിനുശേഷം ആലപ്പുഴ പോകണം, എന്നിട്ട് നേരെ കോഴിക്കോട് പോകണം. എന്തായാലും കോഴിക്കോട് പോകുന്നത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും പോവാല്ലേ? ഓക്കെ, റെഡി. അപ്പൊ ഞാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഭാഗം എടുക്കുന്നുള്ളൂ, എന്റെ മറ്റു ഭാഗമൊന്നും എടുക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് നോക്കാൻ വയ്യ. കാരണം ഞാൻ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അമ്മയ്ക്ക് ആവശ്യമുള്ള നൈറ്റി ഡ്രസ്സൊക്കെ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചേച്ചിമാരുള്ളത് കൊണ്ട് അവരെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കിങ്ങിമോൾക്കുള്ള ഗിഫ്റ്റ്, പിന്നെ വേറൊരു ഗിഫ്റ്റ് ഉണ്ട്, വേറെ ഒരാൾക്കുള്ളതാണ്. അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇത് ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അവരെ ഏൽപ്പിക്കണം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ പോവുക, കാര്യങ്ങളൊക്കെ നടത്തുക, പോരി അത്രയൊക്കെ തന്നെ കേട്ടോ. സുന്ദരി. അപ്പൊ ഞാൻ ഈ ടോപ്പ് മീഷോന്ന് എടുത്ത, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ടോപ്പ് നല്ല ഭംഗിയാ. മീഷോ. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 100 സംതിങ് അങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ ആ പൈസക്കുള്ളതുണ്ട്. തുണിയൊക്കെ കൊള്ളാം. അതെ, അതിൽ പോവാണ് കേട്ടോ. ഞാൻ ഇതിലെ പോയി ATM വേഗം പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. അയ്യോ, അങ്ങനെ ഞങ്ങള് വണ്ടി കയറാൻ വന്നിരിക്കണം.
അടിമാലി വന്നിറങ്ങിയിട്ട് ഇനി കോതമംഗലം ബസ്സിന് കയറി ഇരിക്കാനായിട്ട്. വിശക്കുന്നുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ. ചോറിനാ കയറിയട്ടെ. മേരിക്കുട്ടിയമ്മ മടുത്ത് വരും കേട്ടോ. കാലിന് നല്ല വേദനയുണ്ടല്ലേ. അത് നമ്മളിത് വൈറ്റില സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് വേണം പോകാൻ. ചായ കുടിക്കുന്നോ? എനിക്ക് വേണമെന്നില്ല, വീട്ടിൽ ചെന്നിട്ട് കുടിച്ചാലും മതി. ഓക്കെ. എനിക്ക് ഓർമ്മയുണ്ടല്ലേ അമ്മ? ഈ ഇവിടെ വന്ന അതുമാതിരി തിരക്കായിരുന്നു. മടുത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടാണ് കേട്ടോ. നമുക്ക് ചായയാണ് കേട്ടോ. സാരമില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കര തിരക്കാണ് കേട്ടോ. രക്ഷയില്ലാത്ത തിരക്ക്. ഹോട്ടലിൽ എന്തോ ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പൊ നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് പോകാം. ഓക്കെ. കുറച്ച് സാധനങ്ങളൊക്കെ ദേ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഇവിടെ എത്തിയിട്ട് ഞാൻ അരി പഠിപ്പിക്കാൻ പോവാ. ഞാൻ വന്നാ അരിയും ഗോതമ്പ്. നമ്മുടെ കഥാനായികനെ കണ്ടെത്തിയിട്ടുണ്ട്. കഥാനായിക. അതെ. അരി പഠിപ്പിക്കാൻ പോവാ. അപ്പൊ ഞാൻ കൂടെ പോവാന്ന് വിചാരിച്ച്. അരിയുണ്ട് ഗോതമ്പുണ്ട്, രണ്ടും കൂടെ പൊടിപ്പിക്കാൻ. ഇവിടെ മില്ലൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ വീട്ടിൽ പോയില്ല, റോട്ടി വെച്ച് കണ്ടുമുട്ടിയതാണ്. അപ്പൊ ഞാൻ കൂടെ നോക്കുന്നു. എവിടെ പോയി? ഇതിലാണ് അവിടെ നല്ല ഇരുട്ടായി വരുന്നുണ്ട്. എന്റെ ഫോൺ അല്ലാത്തതുകൊണ്ട് ക്ലാരിറ്റി വളരെ കുറവായിരിക്കും കേട്ടോ. എൻ്റെ ഇത് വലിയ ക്ലാരിറ്റി ഇല്ലായിരുന്നു, എന്നാലും ഇതിനെ അപേക്ഷിച്ച് ക്ലാരിറ്റി ഉണ്ട്. കുഴപ്പമില്ല, ഇതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഉണ്ണിച്ചേട്ടൻ്റെ വീടല്ലേ? ഇവിടെ വഴിക്ക് വീതി കൂട്ടണാണിത്. പഞ്ചായത്തിന്റെ വീതി കൂട്ടുന്നോ? വായനശാലയിലേക്ക് എവിടെയാണോ? വായനശാലയിലേക്ക് ഇതല്ല, അതിന്റെ അപ്പുറത്ത് പോകും. ഈ വഴി കയറിയാണ് പുത്തനങ്ങാടിയിലോട്ട് പോകാം. ഓക്കെ ഓക്കെ. റേഷൻ കടയുടെ ഒക്കെ അടുത്താണത്? റേഷൻ കട അല്ല, വേറെ റേഷൻ കടയൊക്കെ അപ്പുറമല്ല. ഓക്കെ. ചേച്ചിനെ കൊണ്ട് വിളിപ്പിക്കണം അവിടെ. എവിടെ ചേച്ചിട്ട് വീട്? അയ്യോ, കൊറേ നടക്കാനുണ്ട് കേട്ടോ. ഇത് നമ്മളെ സിറ്റി റോഡിലെത്തിയോ? മറ്റേ ആലപ്പുഴയ്ക്ക് പോണ റോഡ്. അമ്പടാ, നമ്മുടെ കയറി വരുന്ന റോഡിലോട്ട് നിർമ്മിച്ചല്ലോ. ഇവിടെ പുത്തനങ്ങാടി അമ്പലം. അപ്പൊ ഞങ്ങള് നാളെ ഒരു സ്ഥലത്ത് പോകും. ആ വീഡിയോ ഒക്കെ നാളെയാണ് കേട്ടോ. പൊടിക്കാലൊക്കെ സൗണ്ട് കേൾക്കാലോ. അവിടെ എടുത്തില്ല ഞാൻ കിട്ടുമ്പോ. അപ്പൊ കണ്ണം വന്ന് എടുക്കുമ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് നടക്കാം. അതെ, തിരിച്ചു പോവാണ് കേട്ടോ. കേക്ക് ഓർഡർ ചെയ്യാൻ നാളെയോ? നാളത്തേക്ക്. നാളെ എന്താണ് പ്രത്യേകത? നാളെ ബർത്ത്ഡേ. അത് ഞാൻ പറഞ്ഞില്ലേ, പൊടി വെട്ടി. നിന്റെ ബർത്ത്ഡേയോ? എന്റെ ബർത്ത്ഡേ. പൊടി
നാളെ 15-ാം തീയതി, 14. നാളെ നമുക്ക് 9 മണിക്ക് പോണം. രാവിലെ ആണോ? ചേട്ടായിക്ക് വൈകുന്നേരം പോണം, അതുകൊണ്ട് രാവിലെ 9 മണിക്ക് ട്രെയിൻ. രാവിലെ രാവിലെ എന്തെന്നാ അത് നിനക്കല്ല, അത് എനിക്കാ, ഇത് നിനക്ക്. താങ്ക് യു. എന്ത് സംഭവം എന്നാലും എന്തെന്നാ നോക്കട്ടെ. അല്ല ഞാനും ഇടും ഇതുപോലത്തെ. തിരിച്ചു കാണിക്കേ. താങ്ക് യു കാണിക്കേ. പരിപാടിക്ക് കിടാം. കേറും. ഇത് വിട്ടു നോക്കി. മുത്തൊക്കെ പറഞ്ഞു പോണു. ഇതുമൂടി ഇങ്ങനത്തെ കട്ടയിലുള്ളത് കൊണ്ട് അവർക്ക് ഇങ്ങനത്തെ. അത് തിരിഞ്ഞു പോയി മാല. തിരിഞ്ഞു പോയടി. തിരിഞ്ഞു പോയി. ആളെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. കേറു നിനക്ക് ഓരോന്ന് കയറ്റ്. ഇഷ്ടപ്പെട്ടോ? ഡ്രസ് ഇട്ടു. എനിക്കാണോ? ആ, ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ എടുത്തോളാം. അടിപൊളി. ഇഷ്ടമായി. കണ്ണന് ഇതിന്റെ സെയിമാ മടുത്ത് വരും കുട്ടിയമ്മ. അത് എന്റെ സാങ്ങളാ, എന്റെ ബാഗിലേക്ക് എടുത്തിരുന്നു. അതെന്റെ ക്രീമൊക്കെയാ അമ്മ. സ്പ്രേയും ക്രീമൊക്കെ. അത് രണ്ടും ഒരേ മോഡലാണല്ലോ. ഇതൊക്കെ എനിക്ക് എങ്ങനെയുള്ളതാണോ ഇതിക്ക് ഇഷ്ടം? ഇഷ്ടം. കൈ നേരെ വേ. കേട്ടോ. രാവിലെ നാളെ കിട്ടുമായിരുന്നു. എനിക്ക് ഡ്രസ്സ് കഴിയണം. അല്ലല്ലേ? ഇതിട്ട് നോക്കിയോ? അത് ഇത് ഇട്ട് നോക്കി. ഇത്തിരി ലൂസാ. താങ്ക് യു. ടോപ്പ് അമ്മ മേടിച്ചത്. അമ്മ മേടിച്ചതല്ല, ഞാനാ പൈസ കൊടുത്തത്. എന്റെ കയ്യിലെ പൈസ. മേടിച്ചത്. ഇത് കമ്മ മേടിച്ചതാണ്ടാ. ബർത്ത്ഡേ ഇത് മാവാണ്. വള കൊള്ളാൻ വേണ്ടി എനിക്ക് ഇഷ്ടമായി. ഡെയിലി യൂസിനും പറ്റില്ല. ഹിന്ദിക്കാരുടെ മോഡലാ. ഹിന്ദിക്കാരുടെ എനിക്ക് ഇതൊക്കെ ഇഷ്ടം. ആയിക്കോട്ടാ. ഹാപ്പി ബർത്ത്ഡേ. നാളെയാ. ഹാപ്പി ബർത്ത്ഡേ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷ് ഒക്കെ ആയി കിടന്ന് ഉറങ്ങാൻ പോവാൻ. അപ്പം ഇന്ന് നമ്മുടെ കിങ്ങിനിമോളുടെ ബർത്ത്ഡേ ആണ്. അതുപോലെ നാളത്തെ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ലിറ്റിമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷം എൻ്റെ ഫസ്റ്റത്തെ എന്തോ വ്ലോഗ് വീഡിയോ എന്ന് തോന്നുന്നു അവളുടെ ബർത്ത്ഡേ. അപ്പോൾ ഇപ്പോൾ 1 വർഷമായി നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയിട്ട്. 1 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ തോതിലാണെങ്കിലും അവളെ സന്തോഷിപ്പിക്കാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരുപാട് നാൾ ദീർഘായുസ്സോടു കൂടി കുറേ പിറന്നാളുകളൊക്കെ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. കമൻറ്റും ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.